മാറിയ യുഗത്തിൽ, പുതുയുഗത്തിൽ കാഴ്ചകളും എല്ലാത്തിനും പുതുമയാണ്. പറഞ്ഞു വരണത് സ്മാർട്ട് ഫോൺസിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും കയ്യിൽ നല്ല ഫോൺസൊക്കെ നല്ല സെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കണം കാണാം. അത് ഇങ്ങനെ മനസ്സിലാലോചിച്ചപ്പോഴാണ് ഒരു സാധനം വായിച്ചു. പാശ്ചാത്യ ദേശങ്ങളിലൊക്കെ മൊബൈൽ അഡിക്ഷൻ അത് നമുക്കുണ്ട്, പക്ഷേ മൊബൈൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സും കൂടെ വന്നു തുടങ്ങിയത്. ഇനി അധികം താമസമില്ല നമുക്കും വരും മൊബൈൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വിശേഷം കുശലം ആരും അറിയുന്നില്ല, അപരിചിതരായിരിക്കും, പക്ഷേ എന്നാലും കുശലമൊക്കെ ചോദിക്കും. പിന്നെ 2-3 ദിവസമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഡ്രസ്സൊക്കെ ഒന്ന് കൈമാറിയിട്ടുണ്ടാവും, വിശേഷങ്ങളൊക്കെ പറഞ്ഞു അഡ്രസ്സ് കൈമാറിയിട്ടുണ്ടാവും. പലതും ഒരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പിൽ വരെ എത്തി നിൽക്കുന്ന പല ബന്ധങ്ങളും ഇതേപോലെയുള്ള യാത്രകളിൽ ഉടലെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാണോ സ്ഥിതി? ഇപ്പോൾ ട്രെയിനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും എന്തിനാ റോഡിൽ കൂടെ നടക്കുമ്പോൾ പോലും ഈ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആരുടെയൊക്കെ കയ്യിൽ ഇതേപോലത്തെ സ്മാർട്ട് ഫോൺസ് ഉണ്ടോ അവരെല്ലാവരും ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് നടക്കണതാണ്. ഇതിലേക്ക് നോക്കിക്കൊണ്ട് നടക്കുകയുള്ളൂ. എന്തിനാ സിനിമ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഉടനെ അപ്പോഴത്തേക്കും ഫോൺ എടുക്കും. അത്രത്തോളം നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത്, ആ സ്വഭാവം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലിയിലും, അതായത് കുടുംബ ചിത്രവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നതാണ്. കുടുംബത്തിൽ വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരു അണുകുടുംബം, കൂട്ടുകുടുംബമല്ല, കൂട്ടുകുടുംബത്തിൽ നിന്ന് നമ്മൾ അണുകുടുംബത്തിലേക്ക് വന്നപ്പോഴുണ്ടായ വലിയൊരു പ്രശ്നങ്ങളാണ് ബന്ധങ്ങളിൽ വന്ന അകൽച്ച. ആ അകൽച്ചയെ കൂടുതൽ അകൽച്ചയിലേക്ക് നയിക്കുകയാണ് ഇത്തരം സ്മാർട്ട് ഫോണിനോടുള്ള അഡിക്ഷൻസ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺ തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ അതിനോടുള്ള ഒരു അഡിക്ഷൻ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ അമ്മ രണ്ടുപേരും ജോലി ചെയ്യണു, കുട്ടികളാണെങ്കിൽ A+ വേണ്ടി മാത്രം ഇങ്ങനെ പാഞ്ഞു നടക്കുന്നു, ട്യൂഷന് പോകുന്നു, സ്കൂളിൽ പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പല വീടുകളിലും നടക്കുന്നില്ല. ആ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ നമ്മുടെ സമൂഹത്തിൻ്റെ പല തുറകളിലും കാണുന്നുണ്ട്. പലപ്പോഴും വരുന്ന ആത്മഹത്യാ വാർത്തകൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അഡിക്റ്റഡ് ആണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയേണ്ട അവസ്ഥ വരുന്നു. അവർ ചില ക്രൈമൊക്കെ ചെയ്യുന്നു. അത് പിന്നെ പിടിക്കപ്പെടുമ്പോഴാണ് ഈ മാതാപിതാക്കൾ അറിയുന്നത് തന്നെ ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിലേക്ക് വഴുതി വീണു എന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് വരാൻ സ്വന്തം അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ സ്വന്തം കുട്ടികളെയോ അറിയാൻ വയ്യാത്തൊരവസ്ഥ ഈ ഫോണുകൾ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാൾ അടുത്തിടയ്ക്ക് പറയണ്ടായി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിരുന്ന് വർത്തമാനം പറയും. കുടുംബത്തിൽ ഒരു കുടുംബ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും ഉണ്ടാവും, അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകും. ഇപ്പം അങ്ങനെയല്ല. ആഹാരം ഓർഡർ ചെയ്യുന്ന സമയത്ത് പോലും ഫോണിൽ നിന്ന് തലപൊക്കി അവരുടെ ആവശ്യമുള്ളത് എന്താണെന്ന് പറഞ്ഞു, പിന്നെയും തല കുനിച്ച് അതിലേക്ക് നോക്കിയിരുന്നു. ആഹാരം വന്നാൽ കഴിച്ചു പോയി. സംസാരം എന്ന് പറയുന്നത് കാണാനേ ഇല്ലാന്ന്. അപ്പോൾ അത് ഒരു ഒറ്റപ്പെട്ട ഉദാഹരണം അല്ല, അത് പലയിടത്തും നമ്മൾ കാണുന്ന ചിത്രം തന്നെയാണിത്. അപ്പോൾ ഈ മൊബൈൽ വേണ്ട എന്ന് നമുക്ക് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം മാറിയ യുഗത്തിൽ നമുക്കത് ആവശ്യമാണ്. മൊബൈൽ അല്ലെങ്കിൽ സൈബർ സ്പേസിൽ നമ്മളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടത് നമുക്കും കൂടെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പിന്തള്ളപ്പെട്ടു പോകും. അത് വേണം. പക്ഷേ എവിടം വരെ ആകാം, അതിന് അതിർവരമ്പുകൾ നിർണ്ണയിക്കുക. അത് തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് നിർണ്ണയിച്ചില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും ഈ ബന്ധങ്ങളിൽ വിള്ളൽ വീണുകൊണ്ടേയിരിക്കും. പലപ്പോഴും ഇപ്പോൾ വിവാഹമോചനങ്ങളും അതായത് ബന്ധങ്ങളിൽ വീഴുന്ന ഈ വിള്ളലുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മൊബൈൽ ഫോണുകളാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഈ കാര്യത്തിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ് എന്ന് തോന്നുന്നില്ലേ? ഈ അടുത്തിടയ്ക്ക് ഒരു പാശ്ചാത്യ ദേശത്ത് നടന്ന ഒരു സ്റ്റഡിയുടെ റിപ്പോർട്ട് വായിക്കാനിട വന്നു. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷൻ, അമ്മയുടെ അഡിക്ഷൻ കൊച്ചു കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നാണ്. അതായത് അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അതിന് കാരണം പലപ്പോഴും ഈ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് അതിലേക്കായിരിക്കും ശ്രദ്ധ മുഴുവൻ. കുട്ടിയുടെ കൂടെ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കുകയോ അവരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യുമ്പോൾ അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി നിൽക്കുകയാണ്. അപ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അത് അവരെ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നയിക്കുമത്രേ. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരുപാട് കംപ്ലൈനിങ് നേച്ചർ, ഒരു നെഗറ്റിവിറ്റി വളരുക, ഒരു അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പല നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റികൾ അവർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു ബന്ധം, പവിത്രമായൊരു ബന്ധം എന്ന് നമ്മൾ പറയുന്ന ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ വരെ വിള്ളൽ വീഴ്ത്താൻ ഈ സാധനത്തിന് സാധിച്ചെങ്കിൽ അത് ആൻഡ്രോയിഡിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ സ്മാർട്ട് ഫോൺസിൻ്റെ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കില്ലേ? അപ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ?